പ്രിയപ്പെട്ട നിനക്ക് എന്നോടുള്ള വെറുപ്പിന് ഒരംശം പോലും കുറവ് വന്നിട്ടുണ്ടാവില്ലെന്നറിയാം. എങ്കിലും കഴിഞ്ഞ 6 വർഷമായി മാസം തെറ്റാതെ എത്തുന്ന കത്തുകളൊക്കെ നീ വായിക്കുന്നുണ്ടെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ ഈ കത്ത് എഴുതാനിരുന്നതും. കവർ പോലും പൊട്ടിക്കാതെ നീ ഇതൊക്കെ വലിച്ചെറിയുന്നതും പോസ്റ്റ്മാൻ്റെ നേരെ ചീറുന്നതും ചിലപ്പോഴൊക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. പിന്നെയുള്ള ഉറക്കവും പോകും. കഴിഞ്ഞ 6 വർഷം ഞാൻ നിന്നോട് സംസാരിച്ചത് അത്രയും നീ കേൾക്കാതെ പോയിട്ടുണ്ടാവും എന്നൊരു വേദന ഹൃദയം നിറയെ പരക്കും. എന്നെ കേൾക്കാൻ നീയല്ലാതെ വേറെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഒടുക്കം എനിക്ക് നീയും ഇല്ലാണ്ടായി. വായിക്കാൻ നീ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നിന്നോടായി ഇതൊക്കെ പറയുന്നതാണ് ജീവിതത്തിനാകെയുള്ള ആശ്വാസം. എൻ്റെ സെല്ലിൽ ഉണ്ടായിരുന്ന സലീമിക്ക കഴിഞ്ഞ ആഴ്ച പോയി. ഇക്കാടെ ഭാര്യയെ കാണാൻ വരുമ്പോഴൊക്കെ ഇരുമ്പഴിക്കപ്പുറം നിറമിഴികളോടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇക്ക പോയതൊരു സങ്കടമായിരുന്നെങ്കിലും ആ കുടുംബത്തിന് തിരിച്ചു കിട്ടിയ സന്തോഷം ഓർക്കുമ്പോൾ ഒരു സമാധാനം തോന്നാറുണ്ട്. അടുത്ത നിമിഷം ആശങ്കയും. ഈ ലോകം വിടുന്ന കാലം ഞാൻ ആരുമില്ലാത്തൊരാളായി പോകുമല്ലോ എന്നോർത്ത്. ഇവിടെ എന്നും കാണുന്ന, ചിരിക്കുന്ന, കൂട്ടായി കൂടെയുള്ള ചില മനുഷ്യരെങ്കിലും ഉണ്ട്. ഇതിന് പുറത്തോ ഒന്നുമില്ല, ആരുമില്ല. നിന്റെ സഹതാപത്തിനോ സ്നേഹത്തിനോ വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് കരുതരുത്. ഒറ്റയ്ക്കായി പോയൊരുത്തൻ്റെ വേദനയായി മാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ നിനക്കുണ്ടാക്കി വെച്ച നഷ്ടത്തിന് നിനക്ക് തന്നെ വേദനയ്ക്ക് കാലം കരുതി വെച്ച ശിക്ഷയെന്നോ വിളിക്കാം. ചെയ്ത പാപത്തിൻ്റെ ശിക്ഷകളൊന്നും അനുഭവിക്കാതെ ഒരു ജീവനും ഭൂമി വിടില്ലല്ലോ അല്ലേ? നിനക്ക് സുഖമാണെന്ന് കരുതുന്നു, സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. പിന്നെ മാപ്പ്. അത്രയും എഴുതി അവസാനിപ്പിച്ച് കവറിലാക്കി കത്ത് സുദീപിൻ്റെ കയ്യിൽ കൊടുത്തു. കൊല്ലം കുറേ ആയല്ലോടാ, ഇതുവരെ നീ ഒരു മറുപടി പോലും വരുന്നത് കണ്ടിട്ടില്ല. ഇനി നീ കത്തെഴുതുന്ന ആള് ഈ അഡ്രസ്സിൽ തന്നെ ഉണ്ടാവൂ? കത്ത് വാങ്ങിയ ഒരു ചിരിയോടെ അവൻ ചോദിച്ചു. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. സെല്ലിൻ്റെ ഒരു മൂലയിൽ എന്നെ നോക്കിയിരിക്കണ പയ്യനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്തോ വൈരാഗ്യമുള്ളതുപോലെയാണ് അവൻ്റെ നോട്ടം. എന്നോടൊന്ന് ചിരിക്കാൻ പോലും കൂട്ടാക്കാതെ അവനിവിടെ കയറി കൂടിയിട്ട് ദിവസം 2 ആയതേ ഉള്ളൂ. 25 വയസ്സുണ്ട്, പക്ഷെ കണ്ടാൽ അത്രയൊന്നും പറയില്ല. അമ്മയെ കയറി പിടിക്കാൻ നോക്കിയവനെ തീർത്ത മുതല. അബദ്ധം പറ്റിയതാണോ അതോ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്താണോ എന്നറിയില്ല. എങ്കിലും ഈ വിധിയിൽ അവൻ ഒട്ടും തന്നെ വിഷമമില്ലെന്നുള്ളത് അവൻ്റെ മുഖം പറയുന്നുണ്ട്. ഇങ്ങോട്ടല്പം മുടയാണെങ്കിലും എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നി. ചെറുപ്പമെന്ന് പറഞ്ഞാൽ ചോറ് തിളയ്ക്കണ പ്രായം. ഈ പ്രായത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും ഒരുപാടുണ്ട്. ആ പ്രായത്തിൽ അവനിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എവിടെയോ ഒരു നോവ് തോന്നി. 2 ദിവസം കഴിഞ്ഞ് പതിയെ ചിരിക്കാനും ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും ഒക്കെ തുടങ്ങി. എന്തുകൊണ്ടോ എൻ്റെ ആരുമല്ലാത്ത അവനോട് എനിക്കൊരു ആത്മബന്ധം. അതിൻ്റെ മുഖ്യ കാരണം അവൻ ചെയ്ത കുറ്റം തന്നെയാണെന്ന് തോന്നി. അവൻ്റെ കണ്ണിൽ ഇപ്പോഴും അതിൻ്റെ തീയുണ്ട്, കലിയുടെ അഗ്നിയുണ്ട്. അവരെ കാണാൻ അവൻ്റെ അമ്മ വന്നതിന് ശേഷമാണ് ചെക്കനൊന്ന് അയഞ്ഞു തുടങ്ങിയത്. അതുവരെയുള്ള മസിൽ പിടുത്തമൊക്കെ വിട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് കാര്യമൊക്കെ പറയാൻ തുടങ്ങി. ആളൊരു പാലക്കാട്ടുകാരനാണ്. നല്ല സാമ്പത്തികമൊക്കെയുള്ള വലിയൊരു വീട്ടിലെ പയ്യനാണ്. MBBS 4ാം വർഷമായിരുന്നു. 1-2-3 കൊല്ലം ഉറക്കമുളച്ച് പഠിച്ച് നേടിയ സീറ്റായിരുന്നു അത്രേ. പക്ഷെ പറഞ്ഞ വാക്കുകളിൽ എവിടെയും ഇപ്പോഴും അവസ്ഥ കാരണം എല്ലാം നഷ്ടമായതിൻ്റെ വേദനയോ കുറ്റബോധമോ കണ്ടില്ല. നെഞ്ചിന് ഉറപ്പുള്ളവൻ. ഒരിക്കലവൻ ചോദിച്ചിരുന്നു, ചേട്ടൻ്റെ കേസ് എന്താണെന്ന്. കൊലപാതകമെന്ന് പറഞ്ഞൊഴിഞ്ഞു. അതെ, കൊലപാതകം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ലാത്തൊരാളെ. കൊട്ടേഷനായിരുന്നു. ഇടയ്ക്ക് ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ എടുക്കുന്നത് ഒരു ശീലമായിരുന്നു. കൊല്ലണമെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷെ ചെറിയൊരു കയ്യബദ്ധം. ആള് പോയി. കേസിലൊന്നും പെടാതെ സംരക്ഷിച്ചോളാമെന്ന് ഉറപ്പ് കിട്ടിയതോടെ ഉണ്ടായിരുന്ന വിഷമവും കുറ്റബോധവും ഒക്കെ എവിടേക്കോ പോയി. അതെ, സ്വാർത്ഥനായിരുന്നു ഒരു മനുഷ്യനായിരുന്നു ഞാൻ. പക്ഷെ അന്നത്തോടെ ജീവിതം കൈപ്പിടിയിൽ നിന്ന് പോകുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ അനാഥാലയത്തിലായിരുന്നു. ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നൊന്നും അറിയില്ല. ഓർമ്മയിൽ അനാഥാലയത്തിലെ ജീവിതമല്ലാതെ മറ്റൊന്നും ചിതറിപ്പോലും കിടപ്പില്ലാത്തത് കൊണ്ട് ജന്മം തന്നവരെ പറ്റി ആലോചിച്ച് ഞാൻ അങ്ങനെ വേവലാതിപ്പെടാറില്ലായിരുന്നു. 18 കഴിഞ്ഞതോടെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. പകൽ സമയങ്ങളിൽ പഠനവും രാത്രിയിൽ പലവിധ ജോലികളും. ഹോട്ടലുകളിലും പോകാറുണ്ട്, മണൽ വാരാറുണ്ട്, ഇടയ്ക്ക് ഡ്രൈവറും ആകാറുണ്ട്. പിന്നെ അത്യാവശ്യം വന്നാൽ ചെറിയ കൊട്ടേഷനും. അങ്ങനെ കോളേജ് കാലഘട്ടത്തിലാണ് അനുവിനെ പരിചയപ്പെടുന്നത്. സ്നേഹം എന്നെ സ്വാധീനിച്ചു തുടങ്ങിയ കാലം എൻ്റെ ലോകത്തെ തന്നെ കീഴടക്കി. അതിന് നടുവിൽ ഒരു ചൂരലും കൊണ്ടുവന്നു നിന്ന് എന്നെ ഒരു മനുഷ്യനാക്കി എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. പിന്നീടുള്ള 3 വർഷം അതിലവൾ വിജയിക്കുകയും ചെയ്തു. തോറ്റുകൊടുത്തതായിരുന്നു മനഃപൂർവ്വം തന്നെ. കാരണം എനിക്ക് സ്നേഹം വേണമായിരുന്നു, അവളുടെ പ്രേമം വേണമായിരുന്നു. അവളുടെ സ്നേഹം എപ്പോഴോ എന്നെ മുഴുവനാക്കി വിഴുങ്ങിക്കളഞ്ഞിരുന്നു. അതില്ലാതെയായാൽ ഞാൻ ഇല്ലാതെയായി പോകുമെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ജീവിതം അത്ര സുഖകരമായി ഒഴുകിക്കൊണ്ടിരുന്ന സമയം ഏതോ ഒരു നിമിഷത്തിൽ തോന്നിയിട്ടാണ് വീണ്ടും ഒരു കൊട്ടേഷൻ ഏറ്റത്. സാഹചര്യം എന്ന് തന്നെ പറയാം. എൻ്റെ ചെറിയൊരു കൈബദ്ധത്തിൽ ഇല്ലാതായത് അനുവിൻ്റെ സഹോദരനായിരുന്നുവെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. നീതിക്ക് വേണ്ടി അനു പോരാടിയിട്ടും ഞങ്ങളുടെ മുതലാളി നിസ്സാരമായി ആ കേസ് മുക്കിക്കളഞ്ഞു. കുറ്റബോധം താങ്ങാനാവാതെ സ്വമേധയാ തെറ്റേറ്റ് പറഞ്ഞതാണ്. അനുവിനെ അവസാനമായി കണ്ടത് എൻ്റെ വിധിയുടെ അന്നാണ്. അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല.
അവളുടെ പേര് ചൊല്ലി വിളിക്കാനുള്ള ധൈര്യം എനിക്കൊട്ട് വന്നതുമില്ല. അറിയാതെയാണെങ്കിലും സ്വന്തം സഹോദരന്റെ ചോരമണം മാറാത്തൊരുവന്റെ കൈകൾക്കുള്ളിൽ അവളെപ്പോലൊരു പെണ്ണ് ഇനിയൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ തയ്യാറാവില്ലെന്ന യാഥാർത്ഥ്യം എനിക്കൊന്ന് ഉൾക്കൊള്ളാൻ കഴിയും. കഴിഞ്ഞ 6 വർഷമായി ഞാനത് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എങ്കിലും ഈ മതിൽക്കെട്ടിനപ്പുറം ഞാനൊരു അനാഥനാണെന്ന് ഓർക്കുമ്പോൾ നല്ല വേദന തോന്നാറുണ്ട്. ഈ മതിൽക്കെട്ടിനുള്ളിൽ ഇങ്ങനെയാണ്. ഒരു ചെറിയ ശതമാനം ആളുകൾക്കും എങ്കിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാരണമെങ്കിലും ഉണ്ടാകും. സാഹചര്യമാണ് ഒരു മനുഷ്യനെ നല്ലതും ചീത്തയുമാക്കുന്നതെന്ന സത്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണിവിടം. സ്വന്തം അമ്മയോ പെങ്ങളെയോ കയറി പിടിക്കാൻ ഇനി ഒരുവന്റെ കൈ പൊങ്ങിയാൽ ആ 25 വയസ്സുകാരൻ ഇനിയും അവന്റെ ജീവൻ എടുക്കും. അനുഭവിച്ച ശിക്ഷയൊന്നും ആവില്ല. ആ നിമിഷത്തിൽ നീതിയോ ന്യായമോ നിയമമോ അപ്പോൾ ഓർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മഴയുള്ളൊരു വൈകുന്നേരം ജനലഴികളിൽ പിടിച്ചൊരുവൾ കയ്യിലിരുന്ന കത്തിലൂടെ വിരലോടിച്ചു. അവളുടെ കണ്ണുനീർ അവന്റെ അക്ഷരങ്ങളെ നനച്ചു. സ്നേഹം ഒരുപാട് ബാക്കിയായിട്ടും ആ സ്നേഹം ഒരു തുള്ളി പോലും പകർന്നു നൽകാനാകാത്തവൾ പിന്നീട് ചുവരിൽ മാലയിട്ട് വെച്ച ഏട്ടന്റെ ഫോട്ടോയിലേക്ക് കണ്ണുകൾ നീണ്ടു. ഏട്ടനാണെന്ന് അറിയാതെയാണ്. എങ്കിലും വയ്യ, ആ ജീവിതം എനിക്കിനി പറ്റില്ല ഏട്ടാ, മറന്നോളാം ഞാൻ. കയ്യിലിരുന്ന കത്തി ചുരുട്ടി നെഞ്ചിൽ കൈവച്ചവൾ താഴെ കൂർന്നു വീണു. ഉള്ളു നിറയെ സ്നേഹം കരുതി വെച്ചിട്ടും സ്നേഹിക്കാൻ കഴിയാതെ പോയ ജന്മമെന്ന് അവൾ സ്വയം പഴിച്ചു. പുറത്ത് മഴ എപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. ആരെയോ സ്നേഹിച്ച് കൊതി തീരാത്തതുപോലെ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്